പ്രശാന്ത് സാർ നമസ്കാരം. ബംഗ്ലാദേശ് കലുഷിതമാവുകയാണ്. ബംഗ്ലാദേശിൽ പലയിടങ്ങളിലായി ആക്രമണങ്ങൾ നടക്കുന്നു, ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നു, തീപിടുത്തമുണ്ടാകുന്നു. അതിനിടയിൽ ഇന്ത്യൻ അതിർത്തിയിൽ ബംഗ്ലാദേശികളെ തടഞ്ഞാൽ ശക്തമായ പ്രത്യാക്രമണം നേരിടേണ്ടി വരുമെന്ന് ബംഗ്ലാദേശിൻ്റെ ഭാഗത്തു നിന്നൊരു താക്കീതും ഇന്ത്യക്ക് കിട്ടിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ബംഗ്ലാദേശിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് അവർക്ക് തന്നെ പിടികിട്ടാത്തൊരവസ്ഥയാണ്. ആരാണ് ഇതിന് പിന്നിൽ എന്നുള്ള കാര്യത്തിൽ അവർക്കൊരു വ്യക്തതയില്ല. എന്താണ് സാർ ബംഗ്ലാദേശിൽ സംഭവിക്കുന്നത്? ബംഗ്ലാദേശിൽ സംഭവിക്കുന്നത് പറഞ്ഞാൽ ആഭ്യന്തര കലഹം തന്നെയാണ്. അപ്പൊ അതിനകത്ത് ഈ പറയുന്ന പോലെ ഒരു നശിച്ച രാജ്യം 6 മാസം കൊണ്ട് 60 കൊല്ലം കൊണ്ട് പാകിസ്ഥാനായ അവസ്ഥയിലേക്ക് ബംഗ്ലാദേശ് വന്നിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ ദിവസം ഈ ഉസ്മാൻ അവരുടെ BNP ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ ഒരു മീറ്റിങ്ങിൽ ഇന്ത്യക്ക് ഒരു താക്കീത് കൊടുത്തു. ഇനിയും ബംഗ്ലാദേശികളെ അതിർത്തിയിൽ കൊല്ലുന്ന അവസ്ഥ വന്നാൽ തിരിച്ചടിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതായത് ബംഗ്ലാദേശിൽ കൂട്ടമായിട്ട് കഴിഞ്ഞ ദിവസം രാത്രിയിലും ഈ പറയുന്നത് പോലെ അതിർത്തി കടക്കുന്നതിന് വേണ്ടി വരികയും അവരെ തുരത്തി ഓടിക്കാൻ ഇന്ത്യൻ സൈന്യം അല്ലെങ്കിൽ നമ്മുടെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ശ്രമിച്ചു. അതിന് തയ്യാറാവുന്നപ്പോൾ നമ്മൾ വെടിവെച്ചു. പണ്ട് നമ്മൾ ഇതുവരെ വെടിവെച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെ അതിർത്തിയിൽ ഈ റബ്ബർ ബുള്ളറ്റുകളാണ് ഉപയോഗിച്ചത്. അപ്പൊ റബ്ബർ ബുള്ളറ്റ് കൊണ്ടിട്ട് ഒരാൾ മരിച്ചു. അതിന് മുമ്പ് കുറെ ദിവസം മുമ്പ് ആഴ്ചകൾക്ക് മുമ്പായിട്ട് 1-2 പേരോട് ഇതുപോലെ മരിച്ചിട്ടുണ്ട്. അതായത് ഇവിടത്തേക്ക് കടന്നു കയറാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ആ കടന്നു കയറുന്ന ആൾക്കാർ കൊള്ള സംഘങ്ങളും അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ടെററിസ്റ്റ് ഗ്രൂപ്പുകളും അല്ലെങ്കിൽ ആ രാജ്യത്തിനകത്ത് പ്രശ്നക്കാരും ഒക്കെയാണ്. അപ്പം അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇന്ത്യ മഹാരാജ്യം ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന് ബംഗ്ലാദേശ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന് കൊടുത്തതാണ്. അപ്പൊ അവരിപ്പം കഴിഞ്ഞ ദിവസം ഉസ്മാൻ കണ്ട ന്യായം എന്ന് പറഞ്ഞാൽ അങ്ങനെ കൊല്ലാനൊന്നും പാടില്ല, അത് വേണ്ട രീതിയിൽ അവരെ വരുന്നവരെ മാന്യമായി പരിലാളിച്ച് അല്ലെങ്കിൽ അതിന് നയതന്ത്ര ബന്ധത്തിൽ കൂടി ആ കാര്യം പോകണം, ബംഗ്ലാദേശ് ായിട്ട് സംസാരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പം ഇതിനകത്ത് ഈ ഉസ്മാൻ തന്നെ കഴിഞ്ഞ ദിവസം അവിടുത്തെ ആഭ്യന്തര വിഷയം വെച്ചിട്ട് ഇങ്ങനെ പോകാൻ പറ്റില്ല, ഇവിടെ ഭരണം കൃത്യമാക്കുന്നതിന് വേണ്ടി രാജ്യരക്ഷയ്ക്ക് വേണ്ടി പട്ടാള ഭരണത്തിലേക്ക് പോകേണ്ടി വരുമെന്നുള്ള ഒരു താക്കീതും കൊടുത്തിരുന്നതാണ്. അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിൽ അറിയാമല്ലോ, വ്യോമത്താവളം ആക്രമിച്ച് വളരെ കൂടുതൽ ആൾക്കാർ മരിച്ചു. വ്യോമത്താവളം ആക്രമണത്തിനകത്ത് ബംഗ്ലാദേശ് കോക് ബക്സാർ എന്ന താവളമാണ് ആക്രമിച്ചത്. അതിനകത്ത് അവര് പറയുന്നത് അവിടുത്തെ ഗ്രാമീണരൊന്നും അല്ല, അതിനുള്ള ശേഷി അവർക്കില്ല. ഇപ്പം അതിന്റെ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ സജിത് വാലിയിൽ തീപിടുത്തം ഉണ്ടായി. ഏതാണ്ട് 90ഓളം കോട്ടേജുകൾ കത്തിനശിച്ചു. ഇതിന്റെ പുറകിലും ആരാണെന്ന് അറിയുന്നില്ല. അതേ തുടർന്ന് തന്നെ കഴിഞ്ഞ ദിവസം വളരെ വലിയൊരു സ്ഫോടനം അവിടെ ഉണ്ടായിട്ടുണ്ട് ബെർഹോറിയ എന്ന സ്ഥലത്ത്. അപ്പൊ ഈ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ടെററിസ്റ്റ് ഗ്രൂപ്പുകളുടെ ഒരു കേന്ദ്രമാണ്. അല്ലെങ്കിൽ അവിടെ ഈ ഏറ്റവും മാരകമായ ശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ അല്ലെങ്കിൽ ബോംബുകൾ നിർമ്മിക്കുന്ന അൽ ഖ്വയ്ദയും അൽ ഇസ്ലാം എന്ന് പറയുന്ന സംഘടനയുമാണ് ഇതിന്റെ പുറകിൽ നിൽക്കുന്നത്. ആ ബോംബുകൾ ഉണ്ടാക്കുന്നത് എന്ന് പറയുമ്പോൾ അത് ഇന്ത്യക്കെതിരെ പ്രയോഗിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പൊ ഈ ഇൻസിഡന്റുകളുടെ ഒക്കെ പുറകിൽ ആരാണെന്നുള്ള കാര്യത്തെ പറ്റി യാതൊരു ബോധ്യവും ബംഗ്ലാദേശിനില്ല. മാത്രവുമല്ല, ബ്ലിക്സ് എന്ന് പറയുന്ന മാധ്യമത്തിനെ അറിയാമല്ലോ, ബംഗ്ലാദേശ് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ദേശീയ മാധ്യമം. അത് ഈ വിഷയങ്ങൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ ബംഗ്ലാദേശ് ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് അതൊക്കെ അങ്ങനെ നടന്നോട്ടെ, അതിനകത്ത് കൂടുതൽ മാധ്യമങ്ങൾ കൊടുത്ത ഒരു അല്ലെങ്കിൽ താക്കീതാണ്, കൂടുതലായിട്ട് അങ്ങോട്ട് പ്രചരിപ്പിക്കാൻ പോകണ്ട. അതായത് അവരുടെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ കൂടുതലായിട്ട് പ്രചരിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരണ്ട, അത്രയ്ക്ക് മാരകമായ അവസ്ഥയിലേക്കാണ് ബംഗ്ലാദേശ് പോകുന്നത്. അതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ ആരാണ് ചെയ്യുന്നത് എന്ന് പോലും അറിയാൻ സാധിക്കാത്ത രീതിയിൽ ബംഗ്ലാദേശ് കടന്നു പോകും. അപ്പൊ നമ്മൾ ഈ പറയുമ്പോൾ നമ്മുടെ കഴിഞ്ഞ ദിവസം താക്കീത് നൽകി അല്ലെങ്കിൽ നമ്മൾ അതിനകത്ത് ഇടപെടാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ. കാരണം ഏറ്റവും കൂടുതൽ അതിർത്തിയുള്ളതും ഈ പറയുന്നത് പോലെ ഏറ്റവും കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു കയറാൻ എളുപ്പമുള്ളതുമായിട്ടുള്ള ഒരു രാജ്യമാണ് ബംഗ്ലാദേശ്. നമ്മൾക്കിപ്പോ അവരെ ഒരു അറ്റാക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ പറയുന്നത് പോലെ പാകിസ്ഥാനെ അടിക്കുന്നതിന്റെ അത്രയും പോലും റിസ്ക് ഇല്ല, നേരിട്ട് കയറി അടിക്കാം. എല്ലാ രീതിയിലും അതിനുള്ള ആക്സസും ഉണ്ട്, പിന്നെ അതിനുള്ള ബലവുമേ അവർക്കുള്ളൂ. പക്ഷെ ഇപ്പൊ ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്ന അക്രമങ്ങൾ മറ്റു രാജ്യങ്ങളിലെ നേരിടുന്നതെന്ന് പറഞ്ഞാൽ ഈ ഏകദേശം ഈ പറയുന്ന ഇസ്രായേലിന്റെ ഒരു തന്ത്രമാണ്. കാരണം അത് പരിശോധിച്ചാൽ മനസ്സിലായി, നമ്മൾക്കെതിരെ ഏതെങ്കിലും രാജ്യത്ത് ഒരു നീക്കം നടക്കുന്നുണ്ടെങ്കിൽ ആ നീക്കത്തെ മുളയിലേ നുള്ളിക്കളയുന്ന ഒരു സംവിധാനത്തിൽ കൂടിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അല്ലാതെ ഇപ്പൊ അവിടെ
കുറെ ഭീകരന്മാർ കൂടിയിരിപ്പുണ്ട്, അവർ ആക്രമിക്കട്ടെ, അതിനുശേഷം ആക്രമിക്കാമെന്നുള്ള ഭീകരന്മാർ കൂടിയിരിക്കുന്നതായിട്ട് ഇന്ത്യക്ക് ബോധ്യപ്പെട്ടാൽ, ആ കൂട്ടായ്മ ഇന്ത്യക്കെതിരെയാണെന്ന് ഇന്ത്യക്ക് ബോധ്യപ്പെട്ടാൽ അവരെ അങ്ങ് ഇല്ലായ്മ ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. അവരെ ഇല്ലായ്മ ചെയ്യുന്നതിനകത്ത് നമ്മളതിന്റെ തന്തയാവാനൊന്നും നിൽക്കത്തില്ല. അത് ആരാന്നറിയത്തില്ല, ആരോ ചെന്ന് ഇല്ലായ്മ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അത് തന്നെയാണ് ഇപ്പൊ ബംഗ്ലാദേശിൽ കാണുന്നത്. ബംഗ്ലാദേശിൽ കാണുന്ന ഒരു നീക്കം എന്ന് പറഞ്ഞാൽ പലയിടത്തും സ്ഫോടനങ്ങൾ നടക്കുന്നു. ഇപ്പൊ ഏറ്റവും അവസാനം ഞാൻ പറഞ്ഞില്ലേ, അവിടുത്തെ ഏറ്റവും വലിയ അൽഖ്വയ്ദ കേന്ദ്ര, അല്ലെങ്കിൽ അതിന്റെ അവിടുത്തെ ബ്രാഞ്ച് ആയിട്ടുള്ള ഒരു, അവിടുത്തെ വേറൊരു ടെററിസ്റ്റ് ഗ്രൂപ്പും കൂടെ അവിടെ വലിയ ഈ രീതിയിൽ സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുന്നു. ഈ സ്ഫോടക വസ്തുക്കൾ ഇന്ത്യക്കെതിരെ പ്രയോഗിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പൊ ഇങ്ങനെ ഒരു നിർമ്മാണം ബംഗ്ലാദേശിൽ നടന്നാലും പാകിസ്ഥാനിൽ നടന്നാലും ഏത് രാജ്യത്ത് നടന്നാലും അവിടേക്ക് കടന്നു കയറി ആക്രമിക്കുന്ന ഒരവസ്ഥയുണ്ട്. അത് കടന്നു കയറി ആക്രമിക്കുമ്പോൾ മറ്റ് രാജ്യങ്ങൾ ഉറ്റുനോക്കുമ്പോൾ അതിനകത്ത് ഇന്ത്യ കടന്നു കയറിയതായിട്ട് അറിയാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഇന്ത്യയുടെ കടന്നുകയറ്റമാണോ എന്ന് അറിയാൻ സാധിക്കുന്നില്ല. അത് തന്നെയാണ്, അജ്ഞാതനാണോ, ആരാണ് ബംഗ്ലാദേശിൽ ഇപ്പോൾ അക്രമങ്ങൾ നടത്തുന്നത്, അല്ലെങ്കിൽ ഭീകരവാദികളെ ഇല്ലായ്മ ചെയ്യുന്നത്, ഇന്ത്യക്കെതിരെ നിൽക്കുന്നവരെ ഇല്ലായ്മ ചെയ്യുന്നതിനെ പറ്റി അറിയാൻ വയ്യാത്ത ഒരവസ്ഥയിലേക്ക് ബംഗ്ലാദേശ് ഗവൺമെന്റ് ഉൾപ്പെടെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പം ഈ നടന്ന 3 സ്ഫോടനങ്ങളുടെയും പിറകിൽ ആദ്യത്തെ സ്ഫോടനത്തിനകത്ത് അവരാരോപിക്കുന്നത് ഞങ്ങളുടെ ഗ്രാമീണരാണ്, ഗ്രാമീണർക്ക് അത്തരത്തിൽ വലിയ ഒരു വ്യോമ ആക്രമണം നടത്തുന്നതിനോ അല്ലെങ്കിൽ ആ വ്യോമത്താവളം മൊത്തം കത്തിച്ചു കളയുന്നതിനോ ഒന്നും സാധിക്കില്ല. അതിനുശേഷം നടന്ന തീപിടുത്തം, ആ 90 ഈ പറയുന്ന ഫ്ലാറ്റുകൾ, കോളനികൾ കത്തി നശിക്കുന്നു. അതിനുശേഷം വളരെ വലിയ ഉഗ്ര സ്ഫോടനമാണ് നടന്നിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ പറയുന്ന നമ്മളുടെ നീക്കങ്ങൾ ബംഗ്ലാദേശിൽ ആഭ്യന്തര വിഷയം എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശ് ഉടനെ തന്നെ പട്ടാള ഭരണത്തിലേക്ക് പോകും. അതിനകത്ത് പട്ടാള ഭരണത്തിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള എല്ലാ പിന്തുണയും ഒരുപക്ഷെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാവും. അല്ലെങ്കിൽ പട്ടാള ഭരണത്തിലേക്ക് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ നയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശേഷിയോ അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള ഒരു കപ്പാസിറ്റിയോ ഒന്നും ആ മനോധൈര്യമോ ഒന്നും പട്ടാള മേധാവിക്ക് ഉണ്ടാവത്തില്ല. അപ്പൊ ഇപ്പം പട്ടാള ഭരണത്തിലേക്ക് അടുത്ത ദിവസങ്ങളിൽ തന്നെ പോകുന്നതിന് കാരണം എന്ന് പറഞ്ഞാൽ ആ രാജ്യത്ത് ഉണ്ടായിരിക്കുന്ന അരക്ഷിതാവസ്ഥ. ഇപ്പൊ പറയുമ്പോ നമ്മുടെ അയൽവക്കം നന്നായിരിക്കുന്നതാണ് നമുക്ക് നല്ലതെന്ന് പറയുമ്പോൾ ഈ രാജ്യത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഈ രാജ്യത്തുണ്ടാകുന്ന വിഷയങ്ങൾ, അത് നമുക്ക് എപ്പോഴും റിസ്ക് ആണ്. കാരണം ഏത് സമയവും ഏതാണ്ട് 4300 കിലോമീറ്ററോളം അതിർത്തിയുള്ള ഈ രാജ്യത്തിനകത്തുനിന്ന് ഇങ്ങോട്ട് കടന്നു കയറുന്നതിന് വേണ്ടി ശ്രമിക്കും. അപ്പൊ ഇങ്ങോട്ട് കടന്നു കയറുന്നതിന് വേണ്ടി ഈ യൂനസ് എന്ന് പറയുന്ന ഭരണാധികാരി വളരെ വലിയൊരു ആക്സസ് പാകിസ്ഥാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പാകിസ്ഥാനിൽ നിന്ന് അവിടേക്ക് വരുന്നതിന് വിസ ഇളവുകൾ അനുവദിച്ചിരിക്കുന്നു. പാകിസ്ഥാനിൽ നിന്ന് അവിടെ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിന് പരിശോധന ഇല്ലാതെ ഇറക്കുമതി ചെയ്യാമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഒരുപക്ഷെ പാർത്തന് മനസ്സിലായിട്ടുണ്ടല്ലോ. എന്ത് സാധനമാണെന്ന് പരിശോധിച്ചാലല്ലേ അതിനകത്ത് കുഴപ്പമുള്ളൂ. അതായത് ഭക്ഷ്യവസ്തുവാണെന്ന് പറഞ്ഞുകൊണ്ട് ആയുധങ്ങൾ കൊണ്ടുവരുന്നതിനും ബോംബ് കൊണ്ടുവരുന്നതിനും ഒക്കെ സാധിക്കും. അപ്പൊ IS-ഉം പാകിസ്ഥാൻ പട്ടാളം കൂടെ ആ ഭാഗത്തു നിന്ന് ഈ കാശ്മീർ മേഖലയിൽ കൂടി ഒക്കെ ഇന്ത്യയിലേക്ക് കടന്നു കയറുന്നതിനെക്കാട്ടി എളുപ്പത്തിൽ ഇവിടെ കടന്നു കയറുന്നതിനും ഇവിടെ ആക്രമണം നടത്തിയിട്ട് തിരിച്ചു പോകുന്നതിനും സാധ്യമാകുന്ന ഒരു റൂട്ട് യഥാർത്ഥത്തിൽ യൂനസ് അവിടെ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അതിന്റെ പ്രതിഫലനമാണ് കഴിഞ്ഞ ദിവസം വന്ന വാർത്തകൾ. നമ്മളുടെ ഈ അതിർത്തി കടന്ന് ഈ പറയുന്ന പോലെ സിഗ്നൽസുകൾ ബംഗ്ലാദേശിൽ നിന്നും പശ്ചിമ ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് നിരന്തരം വരുന്നതായിട്ട് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് കണ്ടുപിടിച്ചു. അത് ഉറുദുവിലാണ്, ബംഗ്ലാദേശി ഭാഷകളാണ്. പക്ഷെ അത് വളരെ ഗൗരവത്തിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതായത് അവിടെ നിന്ന് ഇവിടെയുള്ള ആൾക്കാരുമായിട്ട് നിരന്തരം ബന്ധപ്പെടുന്നു. ബംഗ്ലാദേശ് അതിർത്തിയിൽ നിന്ന് പശ്ചിമ ബംഗാൾ ഉൾപ്പെടെയുള്ള നമ്മുടെ നമ്മുടെ അതിർത്തി സംസ്ഥാനങ്ങളിലേക്ക് ബന്ധപ്പെടുന്നു. അതായത് ഇതിനകത്ത് അവർക്ക് താല്പര്യമുള്ളവർ, അവരുടെ അജണ്ടകൾ പാസ്സാക്കാൻ നിൽക്കുന്ന ആൾക്കാർ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഉണ്ട്. അതിന് വേണ്ട കമ്മ്യൂണിക്കേഷൻസും കണക്ഷൻസും ഒക്കെ വളരെ ധൃതിയിൽ ഉരുത്തിരിക്കുന്നു. അതിന്റെ പുറകിൽ IS-ഉം പാകിസ്ഥാനും ആണെന്നുള്ള കാര്യം നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് വ്യക്തത വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ അവിടെ എടുക്കുന്ന മുൻകരുതലുകൾ വളരെ കൃത്യമായിട്ട്, അത് അജ്ഞാതനാണെങ്കിൽ നമുക്കൊരു 100 അജ്ഞാതനെ ഒരു ദിവസം വിടാം, കാരണം വലിയ റിസ്ക് ഒന്നുമില്ല. അജ്ഞാതനാണോ ആരാണോ എന്താണോ ഏതായാലും ഇന്ത്യക്കെതിരെ ഉരുത്തിരിയുന്ന ഭീകരന്മാരെയും അല്ലെങ്കിൽ അതിനകത്ത് ഉരുത്തിരിക്കുന്ന ആൾക്കാരെയും ഒക്കെ, അല്ലെങ്കിൽ അതിന് ഉരുത്തിരിക്കാൻ ഉണ്ടാക്കുന്ന സാഹചര്യം ഒക്കെ നശിപ്പിച്ചു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. ഇത് ഇന്ത്യയുടെ
നിലനിൽപ്പിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ പുതിയ പോളിസിയുടെ ഭാഗമാണ്. ഡയറക്റ്റ് അല്ല, എവിടെ ഇരുന്ന് ഇന്ത്യക്കെതിരെ നീക്കം നടത്തിയാലും ഈ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇസ്രായേൽ ചെയ്തതുപോലെ അതിനെ അങ്ങ് ഇല്ലായ്മ ചെയ്യും. അതിന്റെ പുറകിൽ ആരാണെന്ന് കണ്ടുപിടിക്കുന്ന പ്രയാസമാകുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ. ശരി സാർ, എന്തായാലും ബംഗ്ലാദേശിൽ എന്താണ് സംഭവിക്കുന്നത്, ഇനി അജ്ഞാതൻ ആറാടുകയാണോ, ഇനി അതല്ല ആരാണ് ഇതിൻ്റെ പിന്നിലെന്നൊക്കെ അധികം വൈകാതെ പുറത്തറിയാമെന്നാണ് വിശ്വസിക്കുന്നത്. എന്തായാലും ഈ ചർച്ചയുമായി സഹകരിച്ചതിൽ ഒരുപാട് നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.